നമസ്കാരം, എൻ്റെ പേര് സുഭാഷ്. ഞാൻ ഇതിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? പെർഫോമൻസ് മാർക്കറ്റിംഗ് സെക്ഷനാണ് ഞാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്. അപ്പോൾ അതിനകത്തൊക്കെ പരസ്യം വരുന്നുണ്ടില്ലേ? ഒരു പ്രത്യേക പരസ്യം എന്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡിവൈസ് ക്യാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സെർച്ച് ഇതൊക്കെ. അതായത് ഈ ഗൂഗിൾ, ഫേസ്ബുക്ക്, പിന്നെ അതുപോലുള്ള നമ്മൾ കൺസെൻറ്റ് കൊടുത്തിട്ടുള്ള എല്ലാ ആപ്പുകളും നമ്മുടെ ഫോണിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ആപ്പിൽ പോകുന്നു, കംപ്ലീറ്റ് കാര്യങ്ങളും അവർ നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ജാതകം കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ളൊരു ഡാറ്റയുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ടാണ് അവർ നിങ്ങൾക്കൊരു പരസ്യം അയച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരാൾ ഒരു കമ്പനി പരസ്യം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കുമോ? ഒന്ന് ആളിലേക്ക് എത്തിക്കുക, കൂടുതൽ സെയിൽ ഇടണം. അതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം. ആളിലേക്ക് എത്തുന്നതിലുപരിയായിട്ട് കച്ചവടം നടക്കണം, അല്ലേ? ബിസിനസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് റവന്യൂ ഉണ്ടാവുള്ളൂ. റവന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ഈ പ്രോഫിറ്റിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ സാധാരണ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ മാർക്കറ്റിങ്ങിൽ നിന്ന് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എന്താ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലായോ? AI തന്നെ വേണമെന്നൊന്നുമില്ല. പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് അങ്ങനെ AI തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും പെർഫോമൻസ് മാർക്കറ്റിങ്ങും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺവേർഷൻ ട്രഡീഷണലിൽ നടക്കാമല്ലോ. ഇതിൽ ആൾക്കാർക്ക് ഒരു ബട്ടൺ അതിൻ്റെ അടിയിൽ അവർ കൊടുത്തിട്ടുണ്ടാവും. ഒന്നുകിൽ നോ മോർ എന്നായിരിക്കും, അല്ലെങ്കിൽ ബൈ നൗ എന്നായിരിക്കും, വിസിറ്റ് ലിങ്ക് ആയിരിക്കും. വിസിറ്റ് ലിങ്ക് എപ്പോഴും സസ്പീഷ്യസ് ആണ് കേട്ടോ, അത് ഭയങ്കര ശ്രദ്ധിക്കണം. അതിന് വെറുതെ പോയിട്ട് തലവെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ ഉണ്ടാവും അതിൽ. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരസ്യം കാണിക്കുന്നത്. നിങ്ങളത് ആ ഒരു ആക്ഷൻ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതാണെങ്കിൽ അത് വായിക്കുക, റീഡ് മോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പരസ്യം ഇടാം. അപ്പോൾ എന്താണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത്, സാറ് നേരത്തെ പറഞ്ഞില്ലേ ഒരു പെർസോണ എന്ന് പറഞ്ഞില്ലേ? ഈ പെർസോണനെ നമ്മൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ പല പേഴ്സോണാസ് ഉണ്ടാവും. ഒരു ടൂൾ തന്നെ പല ആൾക്കാർ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. പഴയ ഒരു ഗോദ്രേജിൻ്റെ ഹെയർ ഡൈൻ്റെ ഒരു കഥയുണ്ട്, അത് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഉത്തർപ്രദേശിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് മാത്രം ഇതിന് ഭയങ്കര ചിലവാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് കമ്പനിക്കും മനസ്സിലാവുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടർക്കും മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവുന്നില്ല. ഹെയർ ഡൈ വല്ലാണ്ട് അങ്ങ് അവിടെ അവർ ടാർഗറ്റ് സെറ്റ് ചെയ്തതിൻ്റെ 100-200 ഇരട്ടി സംഭവം പോവുകയാണ്. എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്ന് എങ്ങനെയും മനസ്സിലാവുന്നില്ല. അവസാനം ഇവർ മാർക്കറ്റിൽ ഇറങ്ങി ഇത് വാങ്ങുന്ന ആളെ ഫോളോ ചെയ്ത് സംഭവം കണ്ടുപിടിച്ചു. ഇത് ആൾക്കാർ തലയിൽ തേക്കാനായിട്ടല്ല ഇത് വാങ്ങിയിട്ട് പോകുന്നത്. അവിടെ ഈ എരുമയും പോത്തിനെയും വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് നല്ല കളർ അടിച്ചിട്ട് ഇത് യങ് ആണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയിട്ട് അതിനെ മറിച്ച് വെക്കുന്ന ആൾക്കാരാണ് ഇത് മൊത്തമായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എന്ത് പ്രൊഡക്റ്റിന്, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് മൊത്തത്തിൽ മാറി. നമ്മളിത് എന്താ തലകറുപ്പിക്കുക എന്നുള്ള ഓഡിയൻസ് അല്ല അവിടെ വരുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് എന്താണോ ഇത് വരുന്നത്, ഇപ്പോൾ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ, നമ്മൾ കിങ് ഫിഷറിൻ്റെ സോഡേൻ്റെ പരസ്യം കണ്ടിട്ടുണ്ട്. കിങ് ഫിഷർ സോഡ കണ്ടിട്ടില്ല? എന്നാ അങ്ങനെ ഒരു സോഡയുണ്ട്. അല്ല, അതായത് ബിയർ വിൽക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം.
പക്ഷെ അവർ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി സോഡയുടെ പേരിലാണ്. കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതെ അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ഇപ്പം ഇന്ത്യയിൽ ഇത് പ്രകാരം ഇതെവിടെയും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ സെയിം ബ്രാൻഡ് ഒരു സോഡ ഇറക്കുകയാണെങ്കിൽ ആർക്കും ഒന്നും തടയാൻ പറ്റില്ല. പക്ഷെ ഈ സോഡ എവിടെയും ഇതുവരെ ഷെൽഫിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സോഡയല്ല, അഡ്വർടൈസ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സോഡയാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ പെർഫോമൻസ് മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനെ നമ്മൾ പിന്നെ ചിലപ്പോൾ 3 ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 4 ടൈപ്പ്. അത് നമ്പർ ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് സെറ്റ് ചെയ്തിട്ട് ആ ഓഡിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും. ഈ ഒരു കോഴ്സിന് 2 രീതിയിലുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. ഒന്ന് സ്റ്റുഡൻസ്, ഓഫ് കോഴ്സ് ഒരു ജസ്റ്റ് പഠിത്തം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത എന്തെങ്കിലും ഒരു കരിയറിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേറെ ആയിരിക്കണം. അതേ സമയത്ത് ഒരു ഇൻഫ്ലുവൻസർ, ഇപ്പോൾ ഒരു പാരൻ്റ് ആവാം, ഒരു ടീച്ചർ ആവാം, അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഒരു എന്താ പറയുക, ഇവിടെ കോഴ്സിന് വന്ന് ചേരാൻ വേണ്ടിയിട്ട് ഈ കുട്ടീൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഈ വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ അടുത്ത് അതൊന്ന് പോയി ചെയ്തോ, അത് ഉപകാരപ്പെടും എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്യാം, എന്താണ് അൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് നടക്കണം, ഇവിടെ ആൾക്കാർ വന്നിട്ട് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഇത് ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും കാര്യം നടക്കണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ ടാർഗറ്റ് ഓഡിയൻസിനെയും ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ആർക്കൊക്കെയാണ് ഇത് ആവശ്യം വരുന്നത് എന്നുള്ളതാണ്. ആർക്കൊക്കെ ഇത് ആവശ്യം വരിക? ഇപ്പോൾ ഓൺലൈൻ പ്രസൻസ് നന്നായിട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ആവശ്യം ആർക്കൊക്കെ ഉപകാരപ്പെടും? കാരണം ഈ കോഴ്സ് കഴിഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഈ ഒരു ടൂൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് വാങ്ങി എല്ലാം പഠിച്ചു, ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് അറിയണ്ടേ? എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യാം? ബിസിനസ്സിൽ യൂസ് ചെയ്യാം. 100% പേഴ്സണൽ ബ്രാൻഡിങ്ങിന് യൂസ് ചെയ്യാം, കരിയർ ഗ്രോത്ത്, പിന്നെ ഗവൺമെന്റിന് പറ്റും. ഗവൺമെന്റ് പല കമ്മ്യൂണിക്കേഷൻസും നടത്തുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് അത് ചെയ്യാമെന്നുള്ളത് ഇതുവഴി പറ്റും. പിന്നെ എന്തെങ്കിലും ഒന്ന് ആലോചിക്ക്, നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇത്. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ വളരെ ഇത് പഠിച്ചു, ഞാനൊരു ജോലി എന്നതിലുപരിയായിട്ട് ഇത് കൊണ്ട് ആർക്കൊക്കെ നമ്മൾ ആ ഒരു മൊത്തം ഒന്ന് കണ്ണു തുറന്ന് നോക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ആർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഓൺലൈൻ പ്രസൻസ് കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആർക്കൊക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യാറുണ്ടോ ഗൂഗിളിൽ? അവസാനമായിട്ട് എപ്പോഴാണ് ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ രോഗത്തിന് ഒരു ഡോക്ടർ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടോ എന്ന് അന്വേഷിച്ചത് എപ്പോഴാണ്? അങ്ങനെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു മുട്ടുവേദനയുടെ ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആരൊക്കെയാണ് ഉള്ളത്, അയാളുടെ കോണ്ടാക്ട് നമ്പർ കിട്ടുമോ? അങ്ങനെയുള്ളൊരു സെർച്ച് നടത്തുമ്പോൾ എന്തുകൊണ്ട് ഒരു ഡോക്ടറുടെ പേര് ഏറ്റവും ആദ്യം വരുന്നു? SCRP ശരിയാ, അത് എന്തുകൊണ്ട് എങ്ങനെ അയാൾ അവിടെ ടോപ്പിലെത്തി? ഏതാ കൂടുതൽ സെർച്ച് വന്നു എന്നുള്ളതിനെ കൊണ്ട് അയാൾ ടോപ്പ് ആവണമെന്നില്ലല്ലോ. റിവ്യൂസ് വന്നത് കൊണ്ടും സെർച്ച് വന്നത് കൊണ്ട് മാത്രം, സെർച്ച് വരുന്നത് കൊണ്ട് വരാം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് മാത്രം അയാൾ ടോപ്പ് ആവണമെന്നില്ല. റിവ്യൂ അതായത് ഇതിൽ ചിലപ്പോൾ അയാൾ അറിഞ്ഞിട്ടായിരിക്കാം ചെയ്യുന്നത്, ചിലപ്പോൾ അയാൾ അറിയാതെ ആയിരിക്കാം ചെയ്യുന്നത്. ഗൂഗിള് ഇതിനൊരു ഒരു മെക്കാനിസം ഉണ്ട്.
ഗൂഗിളിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് രീതി എങ്ങനെയാണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പെയ്ഡ് സെർച്ച് കണ്ടിട്ടില്ലേ? PPC എന്ന് പറഞ്ഞിട്ട്, പേ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും അതിൻ്റെ മുകളിൽ പരസ്യങ്ങൾ വരുന്ന കണ്ടിട്ടുണ്ടോ? സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട്. സ്പോൺസേർഡ് അത് ആൾക്കാർ പൈസ കൊടുത്തിട്ടാണ് നിങ്ങളെ ആഡ് കാണിക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പൈസ പോകും. ആഡ് ഇടുന്ന ആളുടെ പൈസ പോകും നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഈ ഗൂഗിളിന് കുറേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആഡ് എപ്പോഴും ഫസ്റ്റിൽ സ്പോൺസറായിട്ട് കാണിക്കുമോ? ഞാൻ പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്ന, ഞാൻ ഗൂഗിളിന് കുറേ പൈസ കൊടുക്കുന്നു. അപ്പം ഏറ്റവും ടോപ്പിൽ എൻ്റെ ആഡ് കാണിക്കുമോ? ആ കണ്ടന്റ് അനുസരിച്ച് അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു സൈറ്റ് സെറ്റ് ചെയ്തു, ഞാൻ ഗൂഗിളിന് പൈസയും കൊടുക്കാൻ റെഡിയാണ്, ഏറ്റവും വലിയ ബിഡ് ഞാൻ നടത്തുകയാണ്. അപ്പോൾ എൻ്റെ ആഡ് ഏറ്റവും ടോപ്പിൽ വരുമോ? വരൂല എന്നല്ല, വരാം, പക്ഷേ ഇനീഷ്യലി വരൂല. ഇതിപ്പോൾ ഓൾറെഡി ഗൂഗിള് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുമ്പോൾ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അതാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിങ്ങിൽ ഓൾറെഡി ഒന്നാമത് രണ്ടാമതൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു ആഡ് കൊടുക്കുന്ന സമയത്ത് ഗൂഗിൾ നോക്കുന്നത് നമ്മുടെ സൈറ്റിൻ്റെ ക്വാളിറ്റി സ്കോർ നോക്കും. ഈ ക്വാളിറ്റി സ്കോർ നല്ലതാണെങ്കിൽ നമ്മുടെ ആഡ് ടോപ്പിൽ വരുന്നതിന് ബുദ്ധിമുട്ടില്ല. കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ വരും. ക്വാളിറ്റി സ്കോർ കുറവാണെങ്കിൽ നമ്മുടെ ആഡ് വരുകയില്ല. അത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഗൂഗിളിൽ ആഡ് വരാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഗൂഗിൾ പലപ്പോഴും ആഡ് റിജക്റ്റ് ചെയ്യും. അവർ നിർദാക്ഷിണ്യം ഈ ആഡ് അങ്ങ് റിജക്റ്റ് ചെയ്യും. കാരണം ഗൂഗിളിൻ്റെ ഒരു മോർ ദാൻ 50% ആൾക്കാർക്കും അറിയില്ല ഈ സ്പോൺസേർഡ് എന്ന് കാണിക്കുന്ന സംഭവങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല. അവരത് ആക്ച്വൽ റിസൾട്ട് ആണെന്ന് വിചാരിച്ചിട്ടാണ് അവരതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും വലിയ ക്ലയൻസ് ആരാ? അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സോഴ്സ് ഏതാ? ആഡ് ആണോ? ആഡാണോ? ആഡ് എല്ലാവരും ആഡ് എന്നാണോ പറയുന്നത്? എന്നാൽ ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയല്ല. അല്ല, ഡാറ്റ അല്ല. ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത് സെർച്ച് ചെയ്യാൻ ആളില്ലാതെ ഞാൻ ആരെ ആഡ് കാണിക്കും. സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഇൻഫർമേഷൻ കൊടുക്കാതെ അവൻ തിരിച്ച് ഗൂഗിളിലേക്ക് തന്നെ വരുമോ? കൺസേൺ മനസ്സിലായോ? അപ്പോൾ ഗൂഗിളിൻ്റെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് അവിടെ കയറിയിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അയാൾക്ക് നല്ല റിസൾട്ട് കൊടുത്താൽ അയാൾ വീണ്ടും വരും. അയാൾക്ക് ഏറ്റവും സൂപ്പർ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഗൂഗിളിൽ കൊടുത്തു, ഒരു സ്ഥലത്ത് അവർ പോയി, എക്സ്പീരിയൻസ് അത്ര നല്ലതല്ല, അവൻ തിരിച്ചുമെല്ലെ ഈ സെർച്ച് അത്ര പോരാ, യാഹു നോക്കാം, ബിങ് നോക്കാം. ഇങ്ങനെ അയാൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ കച്ചവടം അവിടെ പൂട്ടിയില്ലേ? അപ്പോൾ അഡ്വർടൈസിങ് റവന്യൂ മാത്രമല്ല ഗൂഗിൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എങ്ങനെ നമ്മുടെ കണ്ടന്റിലും വെബ്സൈറ്റിലും ഓൺലൈൻ പ്രസൻസിലും ഈവൻ ഗൂഗിൾ മാപ്പിലും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ കോഴ്സിനെ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് ബാക്കി നമ്മുടെ അഡ്വർടൈസ്മെൻറ്റും നമ്മുടെ പെയ്ഡ് കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്.